ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടോ, അവരോടൊപ്പം നിങ്ങൾ വേണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ കറൻറ്റ് ആയിട്ടുള്ള ഫീലിങ്സ്, അവരുടെ ഇപ്പോഴുള്ള അവസ്ഥ എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്ത് ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടുള്ള ആൾ തന്നെയാണ്. കാരണം ഇവിടെ നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ തീർത്തും ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം. അതായത് നിങ്ങൾ തമ്മിൽ യാതൊരുവിധ കമ്മ്യൂണിക്കേഷനോ കണക്ഷനോ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളില്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ ഒരുപാട് സഫർ ചെയ്യുന്നതായിട്ട് തന്നെ നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് അവരുടെ ലൈഫിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ്. ചിലപ്പോൾ ഇതിന് മുൻപും അവർക്ക് ട്രാൻസ്ഫോർമേഷൻ പീരീഡ്സ് ഉണ്ടായിട്ടുണ്ടാവാം, എങ്കിലും ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ തന്നെയാണ്. ചില മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് ചിലപ്പോൾ ഒരു പ്രാവശ്യമായിരിക്കാം, ചിലർക്ക് 2-3 തവണ ഉണ്ടാവാം. അതെല്ലാം അവരുടെ ആ ഒരു എന്താ പറയുക, ജനന സമയവും മറ്റു കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം, അല്ലാന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് പോകുന്ന അവരുടെ ലൈഫ് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ 30കളിലോ 40കളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. നമ്മളൊരു ഗോ ഗെറ്റർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കണം. മേ ബി മറ്റുള്ളവരെ സംസാരിച്ച് വീഴ്ത്താൻ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കൂട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജനശ്രദ്ധ ആകർഷിക്കാനൊക്കെ കഴിവുള്ള വ്യക്തി തന്നെയാണ്. കാരണം എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമല്ല മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആർക്കും ഒരു വിരസത തോന്നാത്ത രീതിയിൽ പെട്ടെന്ന് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യിക്കാനും അതുപോലെ സംസാരിക്കാനും, ചിലപ്പോൾ നല്ലോണം സംസാരിക്കുന്നൊരു വ്യക്തിയായിരിക്കാം, ഒരുപാട് തമാശകൾ പറയുന്ന ആളായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത്രത്തോളം ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് കാണുന്നത്. ഇനി ഒരു പേഴ്സൺ കുറച്ചുകൂടെ ഏജ്ഡ് ആണെങ്കിൽ പോലും അത്രയധികം ഏജൊന്നും തോന്നിക്കാത്തൊരു പേഴ്സൺ ആയിരിക്കും. കാഴ്ചയിൽ ചിലപ്പോൾ അത്രയധികം പ്രായമൊന്നും തോന്നിച്ചെന്ന് വരില്ല. അപ്പോൾ അതുപോലെയുള്ള ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ വിസിബിളായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ പലരും പ്രപ്പോസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പേഴ്സൺ തന്നെ ആയിരിക്കാം ഇവർക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടാവും ലൈഫിൽ. അതായത് അവർക്കൊരിക്കലും നിരാശപ്പെട്ടിരിക്കേണ്ടെന്നൊരു ആവശ്യം വരുന്നില്ല. ഇവരെ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റേത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും ആവശ്യക്കാരുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. കാരണം നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരത്രത്തോളം വാല്യുബിൾ ആണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ജെം എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു പേഴ്സണെ കൺസിഡർ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത, അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരിൽ നിന്നും കിട്ടാത്ത ഒരു സ്നേഹമോ കരുതലോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണെ നിങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിന്ന് വരാം. അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളെ സഹായിക്കാനൊക്കെ ചിലപ്പോൾ തൽപരരായിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ ചിലപ്പോൾ കുറച്ച് പൊങ്ങച്ചമൊക്കെ ഉള്ള ആളുകളായിരിക്കാം. അതായത് ഇവരെ പുകഴ്ത്തി പറയുന്നതൊക്കെ ഈ ഒരു പേഴ്സണ് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു അത് ഡ്രോബാക്ക് എന്ന് പറയാൻ സാധിക്കില്ല, എങ്കിലും മുഖസ്തുതിയിലൊക്കെ പെട്ടെന്ന് വീണ് പോകുന്ന വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ടേണിംഗ് പോയിൻ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന ശേഷം നിങ്ങളുടെ ലൈഫ് ഒരുപാട് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ
ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു പേഴ്സൺ ആണെങ്കിലും, ചിലപ്പോൾ ഷൈ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ വേണ്ട ഡിസിഷൻസ് എടുക്കാൻ കറക്റ്റ് സമയത്തൊന്ന് അമാന്തിച്ച് നിൽക്കുന്ന ആളായിരിക്കാം. പക്ഷേ ഇവർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ വരവ് നിങ്ങളുടെ ലൈഫിൽ ഒരു ടോട്ടൽ ചേഞ്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇവർ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവർ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ട് പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് കറൻ്റ്ലി മൂവ് ഓൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതായത് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പുറകിൽ പോയി എന്നല്ല, ഒരിക്കലും ഇവർക്ക് പകരം മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റും കെയറും അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു എഫെക്ഷനൊക്കെ കണ്ടിട്ട് നിങ്ങൾ തീർത്തും വിശ്വസിച്ചിട്ടുണ്ടാവും ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ തന്നെ കാണുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ ഒരു വ്യക്തി അതുപോലെയുള്ള പ്രോമിസസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെക്കാൾ ഒരു പടി ഹൈറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങളവർക്ക് ഒരുപാട് വാല്യുബിളാണ് എന്നുള്ള രീതിയിൽ അവർ പെരുമാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു തോന്നലുണ്ട്, ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്നു, എന്നിട്ട് നിങ്ങൾ ഇത്രയധികം കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് അവരൊരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ വാല്യുബിളാണ് എന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളൊരു സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ ഇൻവോൾവ് ആയിട്ടുള്ളൊരു സമയത്ത് ഇവർ ചിലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മുഖവിലേക്ക് എടുത്തിട്ടുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ചിലപ്പോൾ ഇവരുടെ പുറകെ പോയിട്ട് നിങ്ങളുടെ ആ ഒരു വിഷമോ കാര്യങ്ങളൊക്കെ അവരോട് അറിയിക്കുന്ന ഒരു സമയത്ത് പോലും അവരതിന് വേണ്ടുന്ന ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ആ ഒരു പരിഗണന നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളെ ചതിച്ചു പോയി എന്നുള്ളൊരു ഫീലായിരിക്കാം നിങ്ങളുടെ മൈൻഡിലുണ്ടാവുക. ഇപ്പോൾ അവരുമായിട്ട് നിങ്ങൾ സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ ആ ഒരു നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ എനിക്ക് തന്ന വാക്ക് പാലിച്ചില്ല, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ മനസ്സിലാക്കിയില്ല എന്ന് തന്നെയായിരിക്കാം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു വേദന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷണൽ പെയിൻ കാണാതെ ഈ ഒരു പേഴ്സൺ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയതുപോലെ തന്നെ കറൻ്റ്ലി അവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പെയിൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരവരുടെ ആ ഒരു കർമ്മ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പോലെ ആ ഒരു 10 ഓഫ് സോർട്സിൻ്റെ എനർജിയിലാണ് അവരിപ്പോൾ ഉള്ളത്. കാരണം അത്രത്തോളം അവരൊരു പെയിൻ അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ച കാര്യം എന്താണോ അതിനിരട്ടി ഒരു വേദന അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മളിവിടെ മനസ്സിലാക്കാൻ. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ഈ ഒരു പേഴ്സണോട് ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെങ്ങനെ ചതിച്ചു പോയി എന്നുള്ള കാരണം കൊണ്ട് ചിലപ്പോൾ ഒരു വെർബൽ അബ്യൂസ് വരെയൊക്കെ എത്തിയിട്ടുണ്ടാവാം, അത്രത്തോളം ഈ ഒരു പേഴ്സണെ ചീത്ത വിളിച്ചിട്ടുണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നടന്നിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു വേദനയാണ് നിങ്ങൾ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവാം, എങ്കിലും ഒരുപാട് പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഒരു എക്സ്ട്രീം ലെവലിലേക്ക് വന്ന് നിങ്ങളുടെ ആ ഒരു വൈബ്രൻസി ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ അറിയിച്ചിട്ടുണ്ടാവാം. അപ്പോഴൊന്നും ഇവർ നിങ്ങളെ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാവാം, ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ചിലപ്പോൾ പുച്ഛിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രത്തോളം സ്നേഹത്തോടെ ഇരുന്ന നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നും അല്ല എന്നുള്ള രീതിയിൽ വരെ ഇവർ സംസാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയുടെ ഇരട്ടി ആ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരാണ് പെയിൻ തന്നതെങ്കിൽ മറ്റൊരിടത്ത് നിന്ന്, അത് ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നായിരിക്കാം, അവരൊരുപാട് വേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന ആ ഒരു കാര്യം എന്താണോ അതിൽ നിന്ന് ഇറങ്ങിപ്പോരാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തിയാണ്. ചിലപ്പോൾ അവർക്ക് അവരുടെ ജോലിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അംബീഷൻസ് ആയിരിക്കാം. അവരുടെ ലൈഫിൽ ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്. ചിലപ്പോൾ അവർ നിങ്ങളോടത് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഒരുപക്ഷെ ആ ഒരു ആഗ്രഹം നേടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അവർ നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാവുക. എല്ലാവർക്കും സെയിം സിറ്റുവേഷൻ തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ ഒരു സാഹചര്യം അനുസരിച്ച് പലതും മാറിയും മറിഞ്ഞും വരാം. എങ്കിലും നിങ്ങളിൽ നിന്ന് പോയ ശേഷം ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും ഒരുപാട് അഭിവൃദ്ധിയല്ല ഉണ്ടായിരിക്കുന്നത്. അവർ ഒരുപാട് നഷ്ടത്തിൻ്റെ വക്കിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് പെയിനിലേക്കാണ് അവർ പോയിട്ടുള്ളത്. നമ്മളൊരിക്കലും ആരെയും വേദനിപ്പിച്ചിട്ട് എന്ത് നേടിയാലും നിലനിൽക്കില്ല എന്ന് പറയും. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവരിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു തത്വം അവരിപ്പോൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇവരുടെ പ്ലാനിങ് ഒന്നുമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറയുന്ന പോലെ ഇവർ
പ്ലാൻ ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാവുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നേരെ എക്സ്ട്രീമാണ് ഇപ്പോൾ കറൻ്റ്ലി അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ കുറച്ച് ഓവർ കോൺഫിഡൻസും അതുപോലെ തന്നെ ഞാൻ വലിയൊരു സംഭവമാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ബിലീഫിന് കിട്ടിയിരിക്കുന്ന ഒരു അടി തന്നെയാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ പറയുകയാണെങ്കിൽ അവരുടെ ഒരു കഷ്ടകാല സമയമാണിപ്പോൾ. ആ ഒരുപാട് കഷ്ടകാലത്തിൻ്റെ തീവ്രത അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് തന്നെ ചില ലെസൺസ് അവർ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പല ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും പലതും പലതിന് വേണ്ടിയിട്ടായിരിക്കാം. ചിലപ്പോൾ ഒരു പ്രാവശ്യം നമ്മുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പോയിന്റ് ദൈവം നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വേണ്ടിയ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അപ്പം മാത്രം അത് ചെയ്തു, പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മളത് മറന്നുപോയി, വീണ്ടും നമ്മളുടെ ആ ഒരു യഥാർത്ഥ ട്രൂ കളർ എന്താണോ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ കാര്യം നമ്മുടെ ലൈഫിലേക്ക് റിട്ടേൺ വരും. അങ്ങനെയാണ് ചിലവർക്ക് ഒന്നിൽ കൂടുതലായിട്ട് പല പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഷ്ടകാലം എന്തുകൊണ്ടാണ് എന്നൊക്കെ ചിലവർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളതിൽ നിന്ന് വേണ്ടുന്ന ആ ഒരു ലെസൺ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്തിനാണോ നമ്മുടെ ലൈഫിലേക്ക് വന്നത് അതിൻ്റെ പർപ്പസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ല, സോ വീണ്ടും വരുന്നു. നമ്മൾ ആ ഒരു എക്സാമിന് ഫെയിലായി കഴിയുമ്പോൾ വീണ്ടും എക്സാം എഴുതിയാലേ പാസ്സാവൂ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ പോലെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ പഠിക്കണം. അല്ലെങ്കിൽ ഇവർക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാനാണ് വലിയൊരു സംഭവം, അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചാലോ അതൊന്നും വലിയ കാര്യമില്ല, നമ്മളുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ആളുകൾ വേദനിച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഇവർക്ക് ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ മാറി മറിയേണ്ട ഒരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയാറില്ലേ, മിന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ ആളുകളെ മനസ്സിലാക്കേണ്ടുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ ഒരുപാട് മുഖസ്തുതി പറയുകയോ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടായിട്ടുള്ള രീതിയിൽ ഫേവറായിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ ഈ ഒരു പേഴ്സൺ കരുതുന്നുണ്ടെങ്കിൽ ലൈഫിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതിനായിട്ട് തന്നെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് അവരുടെ ലൈഫിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണ് മാത്രം ബാധകമായിട്ടുള്ളൊരു കാര്യമല്ല, നമുക്കും ബാധകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് ചില ഉയർച്ച താഴ്ചകൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതിലൊക്കെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ലെസൺ ലേൺ ചെയ്തോ എന്നുള്ളതും കൂടി അവിടെ അറിയേണ്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം നമ്മൾ കുറച്ച് വേദനിക്കുന്നു, അല്ലെങ്കിൽ ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്നു, നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ആ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകുന്നു. അപ്പോൾ നമ്മളെല്ലാം ഓക്കെ ആയി എന്ന് വിചാരിച്ചിട്ട് വീണ്ടും സെയിം അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ചെന്ന് പെടാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും നമുക്ക് വേണം. ആ ഒരു നോളേജ് നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലുള്ള സിറ്റുവേഷൻസ് നമ്മളെയും വീണ്ടും വീണ്ടും ഫേസ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്, ഇവർ പാസ്റ്റിനെ കുറിച്ച് ഒരുപാട് തിങ്ക് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ഒരുപാട് തിങ്ക് ചെയ്യുന്നത്? പ്രസൻറ്റ് സിറ്റുവേഷൻ നമുക്ക് വളരെയധികം മോശമാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് വെമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് എപ്പോഴും നമ്മളുടെ മനസ്സിൽ വരിക. നമ്മളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ അത്രത്തോളം ഹാപ്പിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എനർജിയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് അത്രത്തോളം നമ്മളുടെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കില്ല, കാരണം നമ്മളതിനകത്ത് ഇൻവോൾവാണ്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ ആ ഒരു പാസ്റ്റ് മെമ്മറീസ് കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ അവരുടെ ഹാപ്പി അല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ പഴയ കാര്യങ്ങൾ ഓർത്തിട്ടെങ്കിലും ആ ഒരു സന്തോഷം റിക്കവർ ചെയ്യാനായിട്ട് തന്നെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ പിരിഞ്ഞു പോയതെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു സ്പ്രെഡ് പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു പേഴ്സൺ ചിലപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടാകും. തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ മതിയാക്കി ഇവരായിട്ട് തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് തരികയോ ഒക്കെ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ടാവും, എല്ലാവർക്കും അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും. അപ്പോൾ ഇതുപോലെ നിങ്ങളെ തള്ളി പറഞ്ഞിട്ട് പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെയിൻ അത്രത്തോളം ഉള്ളത് മനസ്സിലാക്കാതെ പോവുകയൊക്കെ ചെയ്തൊരു പേഴ്സണായിട്ട് കൂടി ഒരു നിങ്ങളിലേക്ക് ഇപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ടോ, ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരെ അറിയിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവർക്ക് ആകെയുള്ളൊരു പോസിറ്റീവ് ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരിക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ ഒരു പേഴ്സൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവർക്ക് അത്രത്തോളം പൊരുത്തപ്പെടാൻ കഴിയാത്തൊരു സംഭവം അല്ലെങ്കിൽ സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം അവർക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്ത് പോകാനായിട്ട് കഴിയില്ല. എത്രയും വേഗം അവിടെ നിന്ന് സ്ഥലം വിടുന്നൊരു ടൈപ്പ് വ്യക്തികളാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പോയിട്ട് ഈ ഒരു പേഴ്സൺ ചാടിയിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിച്ച് ഇവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല.
അവർ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞ് ചിലപ്പോൾ അതിനെപ്പറ്റി സമ്മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് പറയുന്നുണ്ടാവാം. പക്ഷേ ഇവർക്കൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർ പഠിക്കുള്ളൂ. ഇവർ അങ്ങനെയുള്ള വ്യക്തികളാണ്. നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ ഇവരുടെ ലൈഫിൽ തന്നെ അത് പ്രാവർത്തികമായിട്ട് വരണം. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 2 ഡെക്സിലും ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒരു സൺ കാർഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു സൺ എന്നുള്ള രീതിയിൽ അവർ കാണുന്നത് നിങ്ങളെയാണ്, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്കുള്ള ഹോപ്പാണ്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവും എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. അവർ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തലകുണ്ണാക്കാനായിട്ട് റെഡിയൊന്നുമല്ല. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ച ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്യുകയാണ്, അതിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. അതിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് നേരെ നിങ്ങളിലേക്കാണ്. അപ്പോൾ നിങ്ങളവരെ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ ഒരു പേഴ്സണെ കയറി വരാനായിട്ട് അറിയാം. ഞാൻ പറഞ്ഞ പോലെ ഒരു ഗോ ഗെറ്റേഴ്സാണ്. തീർച്ചയായിട്ടും നിങ്ങളെ അവർ അപ്രോച്ച് ചെയ്യും എന്നുള്ളതാണ്. റീകൺസിലിയേഷൻ അവരുടെ മൈൻഡിലുണ്ട്. നമുക്ക് സൺ എന്ന് പറയുന്നത് തന്നെ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ കാർഡാണ്. അപ്പോൾ അത് നമുക്ക് 2 തവണ കിട്ടിയിട്ടുണ്ട്. സോ അതൊരു ഡബിൾ കൺഫർമേഷൻ കൂടിയാണ്. അപ്പോൾ നമ്മൾ ചില സ്പ്രെഡിലൊക്കെ കാണുമ്പോൾ ഒട്ടും ആക്ഷൻ എടുക്കാത്ത വ്യക്തികൾ വരാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യുന്നവർ വരാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവർക്ക് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അവർ എത്രയും വേഗം ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന പോലെ വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സൺ വരാനും കമ്മിറ്റ്മെൻറ്റ് തരാനും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ നിന്ന് പാഠം പഠിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ. ഇപ്പോൾ കറൻറ്റ്ലി അവർ നിങ്ങളിലേക്ക് വരാനും അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുമായിട്ടുണ്ടായ ആ ഒരു ബ്രേക്കപ്പ് മാറ്റാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഭയങ്കരമായിട്ട് കാണുന്നു, സ്നേഹിക്കുന്നു. പക്ഷേ ഈ ഒരു അനുഭവമൊക്കെ മാറിക്കഴിയുമ്പോൾ അവർ വീണ്ടും പഴയ രീതിയിലേക്കാവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിവിടെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സൺ കാരണം വിഷമിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരില്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അത്രത്തോളം ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫ് ആർക്കും സറണ്ടർ ചെയ്യാനായിട്ടുള്ളതല്ല. നമ്മളൊരു സ്ട്രോങ് പ്ലേസിൽ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റുമാണ് മറ്റുള്ളവർ വരേണ്ടത്. നമ്മളായിരിക്കണം അവിടുത്തെ ന്യൂക്ലിയസ് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് ചുറ്റും കിടന്ന് റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ആര് നമ്മളുടെ ലൈഫിലേക്ക് വന്നാലും പോയാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം ഡൗൺ ആയി പോവില്ല. പലരും ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പേഴ്സൺസിനോട് ഞാൻ ഇത് തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെയുള്ളൊരു ഫീല് വരുന്നത്. സോ ഇനി ഇങ്ങനെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം സ്നേഹത്തോടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ബോധ്യം ഉണ്ടാവുക, ഒരിക്കൽ എന്നെ വിട്ട് ഇങ്ങനെ പോയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഡൻസി ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കി തന്നെ വേണം നമ്മൾ നിൽക്കാൻ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസ് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നമ്പർ 18 ആണ്. നമ്പർ 10 എറണാകുളം. നമ്പർ 14 ലിബ്ര സോഡിയക് സൈൻ. ലെറ്റർ Y. ഒക്ടോബർ മന്ത്, മെയ് മന്ത്, ചിത്തിര നക്ഷത്രം, കാർത്തിക നക്ഷത്രം. ലെറ്റർ D. ലെറ്റർ P. വിശാഖം, കാസർഗോഡ്. പൈസസ് സോഡിയക് സൈൻ. നമ്പർ 5 നമ്പർ 6 ഡിസംബർ മന്ത്. ലെറ്റർ O. നമ്പർ 27 നമ്പർ 13 ലെറ്റർ R. ലെറ്റർ F. ലെറ്റർ A. ലെറ്റർ K. നമ്പർ 30 ആൻഡ് ഫൈനലി രേവതി നക്ഷത്രം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻസിലൂടെ അറിയിക്കുക. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് തന്നെയാണ്. റീയൂണിയൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത്രത്തോളം ക്ലെയിം ചെയ്യാൻ പറ്റിയൊരു റീഡിംഗ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.